വേണമെങ്കിൽ അമ്മിയിൽ അരച്ചോ, അമ്മിയിലൊക്കെ അരക്കേനി അടിപൊളിയായിട്ട്. അതിൻ്റെ സ്ഥലമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അവിടെ. അമ്മിയിൽ നാളെ വറുത്തരച്ച് സാമ്പാറുണ്ടാക്കും. പോരെ? മതി മതി മതി. ഇതിപ്പോൾ എന്താണെന്നറിയോ, രാവിലെ കൂട്ടാൻ വെച്ചു കേട്ടോ. രാവിലത്തെ കൂട്ടാൻ കഴിഞ്ഞു. അപ്പം ഇനി വൈകുന്നേരത്ത് നമ്മൾ വിചാരിച്ചു എളുപ്പപ്പണി ഏതാ? രസമാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പച്ചമല്ലി, ജീരകം, കുരുമുളക്, ഉണക്കമുളക് ഒക്കെ പാടുണ്ടായില്ലേ? ഇതിൽ ഉണക്കമുളകില്ലേ? ഉണക്കമുളക് അമ്മുട്ടി പോയിക്കാണ് താഴേക്ക്. കാണല്ലേ, ഞാനത് വെച്ചു. ഞാനിതിൽ ചതയ്ക്കാന്ന് വിചാരിച്ചു. ഇത് പച്ചമല്ലി ആയതും കൊണ്ട് ഇതാവണില്ല. മിക്സിയിൽ ഒന്ന് ചൂടാക്കാറില്ലേ? തണുത്തിട്ടായിരിക്കും, മഴ പെയ്തില്ലെന്ന്. എന്താ അവിടെ ചിരിയുണ്ടോ? അമ്മു ചട്ടി എന്താടി? അതൊരു അമ്മൂന് ഞാൻ അങ്ങനെ വിളിച്ചാൽ അമ്മൂന് ദേഷ്യാണ്. ഇതെന്തായാലും മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഉണക്കമുളക് ഈ മല്ലി തന്നെ വേണം. അതേപോലെ ചെറിയ ജീരകം. ചീറ്റിപ്പോയാലും ഞാനങ്ങോട്ട് ചെയ്യും. ഒന്ന് പൊയ്ക്ക. ഈ സൗകര്യങ്ങളില്ലാത്ത സമയത്ത് നമ്മൾ ജീവിച്ചിരുന്നില്ലേ? ഇന്നെ കളിയാക്കാണ്ട് പോയിരുന്ന് പഠിക്കടി അമ്മുക്കുട്ടിയെ. അല്ലേ? അമ്മൂനിന്ന് നല്ലൊരു മൂഡാണ്. അതുകൊണ്ട് ഇന്ന് വെറുതെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവളിൻ്റെ മൂഡ് ശരിയാക്കാൻ അമ്മു വരണം. കണ്ടോ കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു മണല്ലേ? അല്ലേ? ചോറ് നമ്മുടെ ചോറായിട്ടോ. ഞാൻ ചോറ് നേരത്തെ വെച്ചു. ഈ രാവിലെ കറി വെച്ച് കഴിഞ്ഞാലേ ആ കറി ചില സമയത്ത് നമുക്ക് തികയാതിരിക്കുമ്പോൾ വൈകുന്നേരത്തും ഇതേപോലെ ഒരു പണിയാണ് അല്ലേ? അതെ അതെ. ടെൻഷനായിട്ടാണോ വിചാരിച്ചു? എന്താ ടെൻഷനാവാൻ ചോദിച്ചത്? അത് കുഞ്ഞുണ്ണിയെ കണ്ടിട്ടോ ടെൻഷൻ? ഒന്ന് കഴുകട്ടെ. ഇതിൻ്റെ ഉള്ളിൽ തുണിയും കൊണ്ട് ഞാനവിടെ തുടച്ചേക്ക്. മല്ലിയില, രസത്തിന് മല്ലിയില ഇല്ലെങ്കിൽ പിന്നെ എന്താ ചീവീടിൻ്റെ സൗണ്ട് അല്ലേ? ചീവീട് ഇന്ന് മറ്റേ വിളിച്ചിട്ട് പറയാണ് സൂട്ടി. അവിടെ തമിഴ്നാട് ഒന്നും ഈശ്വര കാര്യം പറഞ്ഞ ഒരു വിലയിലായിരിക്കുന്നത്. ഒരു വിലയില്ല അവിടെ. അങ്ങനെയാണ് ഈശ്വര കാര്യം പറഞ്ഞാലേ. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ അവനൊന്നും കണ്ടിട്ടേ ഇല്ല ഇതുവരെയാണ്. അവൻ കോയമ്പത്തൂരല്ലേ ഇപ്പം കുറേയൊക്കെ തമിഴ്നാടല്ലേ. അവനൊന്നും ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ആ ഭാഗമായി ചിന്തിച്ചിട്ടില്ല. അടിപൊളിയാണ്. പോയി കാണാൻ വരല്ലേട്ടൻ? ഇപ്പം നമ്മൾ തന്നെ പാലക്കാട് ജില്ല ഇട്ട് കാണാത്തത് കൊണ്ട് നമുക്ക് ഒരിത് തോന്നുന്നുണ്ടോ അല്ലേ? മക്കൾ തന്നെ പറയുന്ന കേട്ടോ പോയി കാണണം എന്ന്. അല്ലാതെ കണ്ട ആർക്കും ഇഷ്ടാവും. അത്രയ്ക്ക് അങ്ങനത്തെ ആ രീതിക്കാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അത് ഉണ്ടാക്കിയതിന്റെ കൺസ്ട്രക്ഷൻ കല്ലുകൊണ്ട് കേട്ടോ, എമ്മാതിരി വലിയ കല്ലുകൊണ്ട്. അപ്പൊ ഇന്ന് അനിയന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് വന്നപ്പോൾ ഇശയ്ക്ക് പോയില്ലേ ചോദിച്ചു. അപ്പോൾ പോയിട്ടോ പറയണം. അവരും അറിയണം എങ്ങനെ ഉണ്ടായിരുന്നു അടുത്തേക്ക് ചോദിച്ചപ്പോൾ അടിപൊളിയാണ് പറയാം. ഞങ്ങൾ വേനൽക്കാലത്താണ് പോയി. വേനൽക്കാലത്ത് പോയിട്ട് കാലൊക്കെ കണ്ട് ചുട്ടു പഴുത്തിട്ട് ഇത്രേട്ടാ. വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. ആ ഉച്ച വെയിൽ കൊണ്ട് കൂടെ നടന്നു കഴിഞ്ഞാൽ ആ കട്ട വിരിച്ച കൂടെ നടന്നാലേ. നമ്മൾ പോയത് നല്ല ക്ലൈമറ്റിൽ നല്ല രസമുള്ള സമയം. ഇതാണ് പോകാൻ പറ്റിയ സമയത്താ. ഒരുപാട് മഴയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയട്ടോ, നമ്മൾ എവിടെയും പോവാത്തത് കൊണ്ട് നമുക്കില്ലേ നല്ല ഞങ്ങൾക്ക് അത്ഭുതം. ഒരു വൺ ഡേ ടൂറിന് പറ്റിയ അടിപൊളി. കാരണം നമ്മുടെ മക്കളെയും കൊണ്ടൊക്കെ നമ്മൾ ഇല്ലേ പോയി കാണും. ഞാനൊക്കെ ഇതാ കല്യാണം ഇത്ര വർഷമായിട്ട് ആകെ പാലക്കാട് പോയിരിക്കുന്നത് എവിടെയെന്നറിയോ? നമ്മൾ ആ കൊല്ലങ്കോട് അന്നൊരു ദിവസം അത് എന്തോ ഒരു ആവശ്യത്തിന് നമ്മൾ അങ്ങനെ പോയപ്പോൾ കൊല്ലങ്കോട് കണ്ടതാട്ടോ. അല്ലെങ്കിൽ കൊല്ലങ്കോടും കാണില്ല അല്ലേട്ടാ? യോഗ സെന്ററിന് അത് പിന്നെ ആർക്കും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട്.
അല്ല നമ്മളാകെ പോയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഇപ്പോൾ കൊല്ലംകോട് അന്ന് ചിങ്ങഞ്ചിറ പോയില്ലേ, അതങ്ങനെ നമ്മൾ ഈ പാലക്കാട് ഇപ്പോൾ മലപ്പുറമോ അല്ലെങ്കിൽ വേറെയുള്ള സ്ഥലങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. കണ്ണൂർ പറശ്ശിനിക്കടവ് നമ്മൾ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെങ്ങനെ കുട്ടികൾക്ക് ചോറ് കൊടുക്കുക, വൈകുന്നേരം രാവിലെ അവിടെ എത്തി, പിന്നെ ഇവിടെ നിന്നൊക്കെ കുളിച്ച് പുറപ്പെട്ടിട്ട് അവിടേക്ക് പോയേക്കണം കേട്ടോ. അവിടെ ചെന്ന് കുട്ടിക്ക് ചോറ് കൊടുത്ത് പിന്നെ നേരെ ഇങ്ങോട്ട് തിരിച്ച് വന്നു കേട്ടാ, ഭക്ഷണം കഴിച്ചിട്ട്. അതിൻ്റെ അപ്പുറത്തൊരു വിസ്മയ പാർക്കോ അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷെ ഒരു കണ്ണൂർ എന്തൊക്കെ കാണാനുള്ളതൊന്നും നമുക്കറിയില്ല. അത് പോയി നമ്മളൊരു കാര്യത്തിന് പോയി അത് കഴിഞ്ഞ് ഇവിടെ വന്നു എന്നല്ലാണ്ട്. പിന്നെ ഇത് അതാ പോക്ക് വേറെ ലെവലാണ്. ഇതിപ്പോൾ നമ്മളൊക്കെ 2 വണ്ടിയിലും കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് കാര്യത്തിലുള്ള പോക്കല്ലേ. ട്രെയിനാണോ ചേച്ചി പോയി ചോദിച്ചിരുന്നു. ട്രെയിനല്ല കേട്ടോ, നമ്മൾ ട്രെയിനിന് പോയാലും സുഖമാണ്. ട്രെയിന് പോയിട്ട് സെൻട്രലിൽ ഇറങ്ങിയിട്ട് ഗാന്ധിപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ബസ്സുണ്ട്. നടക്കൂടി വേണ്ട. നമ്മൾ എന്തായാലും സ്കൂള് ഇനി പൂട്ടില്ലേ, 2 മാസം പൂട്ടുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടി നമ്മൾ പൂട്ടോ അല്ലേ, ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അപ്പോൾ നമുക്ക് തിരക്കായിട്ടൊക്കെ പാടെ ശരിക്കും കാണാൻ പറ്റിയില്ല. അതിന് കാണാൻ പറ്റി, വേണ്ടപ്പെട്ടത് കാണുകയൊക്കെ ചെയ്തു. എന്നാലും കുറേ നേരം ഞാൻ ഇനി പോകുമ്പോൾ സൗകര്യമായിട്ടിരിക്കാൻ. വേനൽക്കാലത്ത് ഈ പറഞ്ഞ ദിവസം കുട്ടി പറഞ്ഞ് വേനൽക്കാലത്തൊക്കെ അല്ല വിനോദ് പറഞ്ഞ് വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ ഇത്തിരി കഷ്ടപ്പെടും. എണ്ണ ഒഴിച്ചു കൊടുത്തേ, എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടാവട്ടെ. ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലായത്. നമ്മൾ സാധാരണ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഒന്നും ഇത്ര ഫ്രഷായി തോന്നാറില്ല. പ്രാവശ്യത്തിൽ പോയി വരും വല്ലാതെ. നമ്മളതിനെ എല്ലാവരും പാടെ പോവണത് എവിടേക്കാന്ന് മനസ്സിലായി ചേട്ടന്. നമ്മുടെ മക്കളുടെ ചോറ് കൊടുക്കാനാണ് എല്ലാവരും പാടെ നമ്മൾ പോയിരിക്കുന്നത്. ഇത്രയും അടുത്താണ്. പഴനിക്ക് നമ്മൾ പോയിട്ടുണ്ടോ? ഇല്ല. അനിയനാണെന്ന് ഇടയ്ക്കെങ്കിലും ഒക്കെ എവിടേക്കെങ്കിലും പോവുക കേട്ടോ. നമ്മളൊന്നും എവിടേക്കും പോവില്ല. കടുക്, ഉലുവ. കുഞ്ഞപ്പത് ഇത് ഇവിടുന്നതൊക്കെ വലിച്ചോണ്ടിരുന്നു. അതാണെങ്കിലോ എന്തോ ഒരു ഇണക്കുള്ളൊരു പൂച്ചക്കുട്ടി വെച്ചിട്ടാ. ഇതിപ്പോ നന്നായി. എന്താട്ടാ അങ്ങനെ പറയുന്നത്? ഇതിപ്പോ അതിന്റെ പോണു വന്ന് കയറി കഴിഞ്ഞ പുലിവല്ല കുട്ടികളെ മാന്ത വല്ല ചെയ്താലോ. അതാ ഇണക്കൾ. ഇതാണെന്നൊരു റസ്ക് എടുത്തു കൊടുത്താ മൊത്തേ. പട്ടിക്കുട്ടിയല്ല, അത് പൂച്ചക്കുട്ടിയാ. പോണില്ലേ? അതുകൊണ്ട് രസമായില്ലേ എനക്ക് കളിപ്പിക്കാൻ നേരം പോകുന്ന ഒരാളായില്ലേ. എന്താ പിന്നെ വേണ്ട? ഇനിയിപ്പോൾ കുഞ്ഞിനും പൊന്നൂസൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഇപ്പം എന്താ എനിക്ക് സമയം പോകാൻ ഉള്ളത്? പൂച്ച കിട്ടിയ സന്തോഷമായില്ലേ ഇപ്പോൾ? അങ്ങനെ തന്നെ വേണ്ടേ. നേരം വിളിച്ചോളെ വർത്താനം പറഞ്ഞ് കിടക്കാലോ. അത് കുറു 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 പറയും. നല്ലതാണതേ. അപ്പൊ താഴെ കിടത്തന്നെ മേലെ പിടിച്ച് കിടത്തിയാ തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. രസല്ലേ? എന്താ സത്യം പറയുക, ഉണക്കമീൻ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാൻ മത്തൻ്റെ ഇല നുള്ളാന്ന് വിചാരിച്ചോ. ഏട്ടൻ എന്നിട്ട് അറിയാം ഇടയ്ക്കിടയ്ക്ക് മത്തൻ്റെ ഇല എന്നെ മുരിഞ്ഞയുടെ ഇല മത്തൻ്റെ ഇല നല്ലതാക്കി. ഇതിനെക്കാട്ടിലും ഇപ്പൊ ഉള്ള സമയത്തല്ലേ കഴിക്കാൻ പറ്റൂ. അതിന് നാളെ സാമ്പാർ വയ്ക്കാം. ചന്തയിൽ നിന്ന് കുറേ പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തക്കാളിയൊക്കെ ഇരുന്ന് വെറുതെ കേടുവന്ന് കൂട്ടാം. ആദ്യം ഇത് എന്തെങ്കിലും സൈസാക്കാൻ നല്ലത്. മത്തൻ്റെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറ്റിയ പൂച്ചേനല്ലേ, പൂച്ചേനെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറ്റിക്ക. തണുത്ത അവിടെ ഇരുന്നോട്ടെ. തക്കാളി പുറത്തേക്ക് ഇറക്കാം. ഏട്ടന് അങ്ങനെ പറയരുത്. കാരണം പച്ചക്കറി ഇന്നലെ ഒരു ചാക്ക് പറഞ്ഞ പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ള പച്ചക്കറി കൊണ്ടുവരട്ടോ. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ദിവസം പച്ചക്കറി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് മടുപ്പായിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും വേണ്ടി വരും. നാളെ ഞാനില്ലേ വറുത്തരച്ച് വയ്ക്കുന്ന സാമ്പാറിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. ചേട്ടാ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു മോരുകൂട്ടാൻ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കും കൊണ്ട്. ഇന്നലെ കൂർക്ക കറി വെച്ചപ്പോൾ ചേച്ചി ഇങ്ങനെ കൂർക്ക വെക്കുമോ ചോദിച്ചിരുന്നു. ആൾക്കാർ കൂർക്ക ഉപ്പേരി വെക്കുന്നതാണ് എല്ലാവരും കണ്ടിട്ടുള്ളൂ. കറി വെച്ചിട്ട് കഴിച്ചിട്ട് നന്നായിട്ടുണ്ടാവും കൂർക്കക്കറി കേട്ടോ. കൂർക്കയും കുമ്പളങ്ങിയും വെക്കും. ഇനി കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കൂർക്കയും കുമ്പളങ്ങ വെക്കും, കൂർക്കയും പരിപ്പും വെക്കും. ഇവിടെ എന്താ അമ്മ ഏറ്റവും ടോപ്പ് കറി ഇതാ കൂർക്ക ഇന്നലെ വെച്ച പോലെ അല്ലേ ഇറച്ചിക്കറിയുടെ സെയിം. ഇത് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് ചപ്പാത്തിക്കും പറ്റും, ചോറിനും പറ്റും. പിന്നെ ചില ആൾക്കാർ പറയും, എന്താ ഇവിടെ അമ്മയൊക്കെ പറയും, നമ്മുടെ ഈ പാലക്കാട് ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ അല്ലേ കുറച്ച് പുളിയുള്ള കറികളായിരിക്കും കേട്ടോ. എന്ത് കറിക്കും കുറച്ച് പുളിപ്പുണ്ടാവും.
ലേട്ടാ അതെ. ഞങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റും പെണ്ണേ. തക്കാളി നല്ല രസത്തിനില്ലേ ഇങ്ങനെ തക്കാളി ഇല്ലേ വേറെ ഉടയ്ക്കണം. ഞാൻ ഓരോ പ്രാവശ്യം ഓരോ രീതിയിലുണ്ടാക്കും. അതന്നെ അതിൻ്റെ പകരം ഓരോ പ്രാവശ്യം നമ്മൾ രസം വെക്കുമ്പോഴില്ലേ വേറെ വേറെ രീതിയിൽ വെക്കണേ. എൻ്റെ അമ്മ പരിപ്പിൻ്റെ കൂടെ തക്കാളി ഇട്ട് വെച്ചിട്ട് ഇതേപോലെ പുളി ഒഴിച്ചിട്ടൊക്കെ വെച്ച് കടുകും ഉലുവയും ഒക്കെ ലാസ്റ്റ് തിളപ്പിച്ചിട്ട് വറുത്തിടും. അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ രസം അമ്മ വെക്കുന്നത്. അത് സദ്യക്കൊക്കെ നമ്മൾ വെക്കില്ലേ. എന്നിട്ട് അടിയിൽ മാത്രം നല്ല കായത്തിൻ്റെ മണം ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും അമ്മയുടെ രസം. ഇവിടെ അമ്മ അനിയത്തിൻ്റെ അമ്മല്ലേ പറയും എൻ്റെ അടുത്ത് വെക്കാൻ പറയും രസം വെക്കാൻ പറഞ്ഞു. അമ്മ മുളക് വറുത്ത പുളി നമ്മുടെ പഴയ കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. അമ്മ കുറേ ദിവസമായില്ലേ വന്നിട്ട്. അമ്മ വരും, വരട്ടെ. ഒരു കാര്യത്തിന് പോയതല്ലേ. എന്നോടോ ഇപ്പൊ സുവന്യക്ക് വരെ സമയല്ലേ, പിന്നെ എങ്ങനെ അമ്മക്ക് സമയം ഉണ്ടാവും? അമ്മയൊക്കെ ഒരു കാര്യത്തിന് പോയതല്ലേ. അപ്പൊ നമ്മളായിട്ട് തിരക്കിട്ട് വിളിച്ചിട്ട് കാര്യമില്ല, വിളിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു കാര്യത്തിൽ. അവര് നമ്മളിപ്പോൾ ചെറിയ കുട്ടികളുള്ളിടത്താണ് അമ്മമാരുടെയൊക്കെ ആവശ്യം. അപ്പോൾ ഇപ്പം അമ്മ അവിടെ നിൽക്കട്ടെ. ഇതാ നന്നായി കണ്ടോ തക്കാളി നല്ല പോലെ ഇതായി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ അതൊരു ദിവസം കാണിച്ചു തരാം. തക്കാളി ഇല്ലേ നമ്മളൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഈ പുളിയിൽ പിഴിഞ്ഞ് ഉടച്ച് കൂട്ടുക. അങ്ങനെ നമുക്ക് രസം ഉണ്ടാക്കാം കേട്ടോ. ഞാനെന്തൊരു പൊട്ടത്തിയ മല്ലി പൊടിച്ചിട്ട് മല്ലിപ്പൊടി എടുത്തിട്ട് വന്നേക്കാം. പിന്നെ മല്ലി പൊടിച്ചിട്ട് മല്ലിപ്പൊടി എടുത്തിട്ട് വന്നേക്കാം. എന്താ ചെയ്യാലേ, അപ്പൊ മല്ലി പൊടിച്ചതില്ലേ കിടക്കട്ടെ. എന്നാലും ഞാൻ നമ്മുടെ ഫോണ് കൂടെ അച്ഛനെടുത്തിട്ട് കൂടെ ഉണ്ടല്ലോ. അപ്പൊ പൊന്നും രാവിലെ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് അവിടെ കഴിഞ്ഞു. അത് കഴിച്ചോ? എപ്പോ? ഞാൻ കണ്ടില്ല. നമ്മള് ഇത് എന്താ പച്ചക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ടത്. എണ്ണയിൽ വഴറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷെ ഇതിൻ്റെ ഒരു പച്ച രുചി ഉണ്ടാവുമല്ലോ അത് കിട്ടാൻ. കുരുമുളക് നല്ല പൊടിഞ്ഞു. രസം പുളിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. രസമൊക്കെ പല രീതിയിൽ ഉണ്ടാക്കട്ടോ. പച്ചപ്പുളി മാങ്ങയും കൊണ്ട് രസം ഉണ്ടാക്കും. അനിയേട്ടൻ രസം ഉണ്ടാക്കി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇല്ലേ കൊണ്ടാ പറയും. ഒരു പ്രാവശ്യം രസത്തിൻ്റെ രസത്തിൻ്റെ പൊടി കൊണ്ടുവന്നിട്ടേ അതിലൊക്കെ നോക്കിയിട്ട് രസം ഉണ്ടാക്കിയിട്ട് പുളിപ്പം കണ്ട് കൂടിയിട്ട് ഓർമ്മ ഉണ്ടാ? നല്ല രസം. ഓ രസം അന്ന് എന്തായിരുന്നു അന്ന്? ഞാൻ ഗർഭിണിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണ് പറഞ്ഞ വെച്ചാൽ അന്ന് തീരെ വയ്യായിരുന്നു. വയ്യാതെ അതന്നെ ഞാൻ ഗർഭിണിയായിട്ടേ ഇവിടെ അമ്മയൊന്നുമില്ല, ആരുമില്ല. ഞാനും ഏട്ടനും സതിയേട്ടനും ഒക്കെ ഉള്ളു. അപ്പോൾ എനിക്ക് നീച്ചിട്ട് ഉണ്ടാക്കാൻ വയ്യ. അപ്പോൾ അനിയേട്ടൻ പറഞ്ഞു നീ കടന്നോ ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. ഓ ശരി. രസം അന്ന് പുളിപ്പുള്ളത് എന്തെങ്കിലേ നമുക്ക് പറ്റുള്ളൂ, വേറൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ശരി അനിയേട്ടൻ ഉണ്ടാക്കുക പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ, അന്ന് ഉണ്ടാക്കട്ടെ വിചാരിച്ചു. എന്താ ഉണ്ടാക്കി തന്നു പറഞ്ഞിട്ടാ രസം അന്ന് ചങ്ക് പൊട്ടോളം ഛർദ്ദിച്ചു. ഛർദിയുള്ള സമയമായോണ്ട് എന്റെ രസം മോശമായിട്ട് ഛർദിയുള്ള സമയമായതുകൊണ്ട് ചങ്ക് പൊട്ടോ കലാപരമായിട്ടൊന്നും ഉണ്ടാക്കി. പിന്നെ ഞാൻ പറഞ്ഞു അനിയൻ്റെ അടുത്ത് ഇനി മേലെ നിങ്ങൾ അടുക്കളയിൽ കയറണ്ട, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിച്ചു. കാരണം രസം ഉണ്ടാക്കിക്കോ പുളിച്ചുട്ടിൻ്റെ അമ്മൂലേ. അതിലവർ പറഞ്ഞ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയൊക്കെ തന്നെ പുളി കുടിക്കുന്ന ഞാനെന്താ ചെയ്യുന്നു? അയ്യോ നമ്മൾ കായം പച്ചക്ക് ഇടുക കേട്ടോ ചെയ്യാം. എന്താ അവിടെ പോയിട്ടുണ്ടാക്കി ഇപ്പോൾ ഈ മഴ പെയ്തപ്പോൾ കായത്തിനൊക്കെ ഒരു ഡിമാൻഡ് കൂടിക്കണ്. അപ്പോൾ മുറിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് പച്ചക്കായം ഇടണം ഇഷ്ടം കേട്ടോ. തെറിക്കണ്ട, തെറിച്ചു കൊണ്ടാ അങ്ങനെ തെറിക്കണല്ലേ, എൻ്റെ കൈ മുറിയണ്ട പറയും നിങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഇറച്ചി മുറിക്കണം ഇതിലാണ് കായ. ഇതില്ലേ ബലം കുറയാൻ എന്തെങ്കിലും വിദ്യകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേലേട്ടാ.
ബലം കുറയണ്ട, ആ ബലത്തിൽ ഇരുന്നോട്ടെ. അതായത് കായം രസം ഉണ്ടാവും. കായം ഇട്ട് കൊടുത്തു. മല്ലിയില നമ്മൾ ഉണ്ടാവും നല്ല നമ്മുടെ പൊണ്ണോജി, അച്ഛയുടെ പൊണ്ണോജി. ആ എന്താണ്? ആ അതാ തുടങ്ങി പരാതി. എന്താണ് ഇതാട്ടോ. അച്ചപ്പേര. ഞാൻ അച്ഛക്കിട്ട് വരുമ്പോൾ ഈ രസം ഇവിടെ വേവും. ചേര എന്താ പറ, എന്താണ് പ്രശ്നം? എന്താ കുച്ചേട്ടനാണോ, കുഞ്ഞേട്ടനാണോ, വാവേട്ടനാണോ? പിന്നെ ഈ 3 ഏട്ടന്മാരവിടെ ഉള്ളു. പിന്നെ ആരാ? അമ്മ ചേച്ചിയാണോ? ബിസ്ക്കറ്റ് വേണോ? ഇച്ചുവേട്ടനോ? ഇച്ചുവേട്ടനാ? ഇച്ചുവേട്ടന ചീത്ത പറഞ്ഞോ? അച്ഛപ്പ വന്നിട്ട് പറയാട്ടോ, തല്ലും ചെയ്തോ. അപ്പോ ഇതാട്ടോ. എന്തൊക്കെ ഞാൻ കൈപ്പയ്ക്ക നേരത്തെ ഇതാക്കി വെച്ചിരുന്നു. ഈ കൈപ്പയ്ക്ക ഏട്ടനും അനിയനും മാത്രമാണ് വേണ്ടുള്ളൂ. വരാ അച്ഛൻ വരാം. ഒന്ന് പോയിട്ട് പരാതി തീർത്തിട്ട് വരും. തലയിൽ തീയോ? ഒന്നുമില്ല, സതിയേട്ടനല്ലേ? കൗ നടക്ക്. ഇടുപ്പ് എനിക്കുണ്ടാവുന്ന കരാട്ടായിട്ടല്ല. അവളെ വെറുതെ ഇങ്ങനെ കിട്ടാ. അത് ഞാനും ചില സമയത്ത് അനിയേട്ടൻ്റെ അടുത്ത് ചെയ്യാം. നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കാൻ പോയില്ലേ വെറുതെ. അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കേട്ടെന്നറിയാം, നമ്മൾ അങ്ങോട്ട് വേദനിപ്പിച്ചാൽ ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ നമ്മളെ ഇങ്ങോട്ട് വേദനിപ്പിച്ചല്ലേ, നമ്മൾ ആവോ അപ്പോ അച്ചോ പറഞ്ഞിട്ട് തൊള്ളടും. പക്ഷെ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ ഒരു മനസ്സുഖമാണ് അല്ലേ? ഇപ്പം അങ്ങനെ തന്നെയല്ലേ? സുകന്യേ, നീ വരുമ്പോൾ ഇതെന്താന്ന് മനസ്സിലായി നമുക്ക്? എന്താ? തക്കാളിയുടെ തൊലി, എന്താ കളറിലായി കിടക്കണം? മാന്തൾ. കൈപ്പയ്ക്ക ഞാൻ ഏട്ടനും അനിയനും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ, വേറെ ആരും കഴിക്കില്ല. ഈ മക്കൾക്ക് വേണമെങ്കിൽ പപ്പടം കാച്ചാം. രാവിലെ കടല വെള്ളത്തിലിട്ട് വെച്ചേക്കട്ടെ, രാവിലേക്ക് പുട്ടും കടലക്കറിയും കഴിക്കാം അല്ലേ? ചോറും വെച്ചാൽ പിടുത്തം കിട്ടും ഇല്ലേ? മസാല കുറച്ച് നേരം പിടിക്കട്ടെ. നമ്മുടെ ഇവിടെ ഈ മാന്തൾ ഇവിടെ സ്പെഷ്യലാട്ടോ. എന്തൊക്കെ ഉണ്ടെങ്കിലും വേണ്ടില്ല, ഈ ഒരു മാന്തളിന് ഡിമാൻഡ് കൂടുതലാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ലേ? നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഉണ്ടോ? നമ്മുടെ നാട്ടിലൊരു നമ്മുടെ നാട്ടിൽ ഈ മാന്തളും മുളക് വറുത്ത പുളിയും ഫേമസാണ്. ഇത്ര നേരം ബ്രോസ്റ്റഡ് ഉണ്ടാക്കായിരുന്നു? പിന്നെ ഇപ്പം എന്താ വേണ്ടെന്ന്? അപ്പം ഒന്ന് രസം ബ്രോസ്റ്റഡും മാന്തളപ്പം വേണ്ടാറില്ല. അത് മാത്രം ഇന്ന് 2 വർഷം കൂടി എടുത്തോണ്ട് വരില്ല. ഇതെന്താ നനഞ്ഞിരുന്ന്? ഇതാ കടന്ന് ഉരുണ്ടിട്ടുണ്ടാക്കിയത് ഇതാട്ടോ നമ്മുടെ കൂട്ടിയൊക്കെ രസം കൂട്ടിയിട്ട് നേരെ അഭിപ്രായം പറട്ടോ. എൻ്റെ കേട്ടാ ഊതൊന്നും വേണ്ട, സൂര്യാണ്ട് കുടിക്കേ. ഇതാണ്ടോ തിളച്ചിക്കണ്ട ചട്ടി ആയതുകൊണ്ട്. നിങ്ങളില്ലേ വെറുതെ പറയല്ല കേട്ടോ, ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് പറയണേ. കാരണം എന്താണെന്നറിയോ, എല്ലാവരും ഇവിടെ എൻ്റെ ഏട്ടനൊക്കെ പറയും പെണ്ണിൻ്റെ രസം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇല്ലേട്ടാ? പിന്നെ അണക്കില്ലാത്ത പെൻസിലോ? ഒരാഴ്ച എത്തില്ലേ, അത് ഭാഗ്യല്ലേ, ദിവസമല്ലല്ലോ. അത് കണക്കാക്കിയാൽ മതി, ലാഭമാണ്. അപ്പോൾ പിന്നെ ഇതിൽ നമ്മളില്ലേ ഒരു ശകരം മധുരം കൂട്ടും. ഒരാഴ്ച എത്തില്ല, എന്നാലും ഇതിൽ കുറച്ച് മധുരം ഞാൻ കൂട്ടാറുണ്ട് കേട്ടോ. ഈ പുളിപ്പിൻ്റെയൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ
വരുമ്പോഴേ നമ്മൾ രാവിലെ ഇന്നലെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. ഇന്ന് സോയാബീൻസ് ഉണ്ട്, വേണമെങ്കിൽ അല്ലേ. പൊന്തൻ മാന്തളാണ്, കണ്ടോ, കൂന്തളാണ് കേട്ടോ, മാന്തളല്ല. ഇത് പച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇത്ര വലിപ്പത്തിൽ നല്ല രസമുണ്ട് അല്ലേ? ഇറച്ചി നല്ല അടുത്തത്. കിച്ചുട്ടാ എന്താ ചെയ്യണ്? അതാ ഡപ്പ് ഇതിലേക്ക് മാറ്റ്. അവനേ ഇതാ സ്കൂളിൽ നിന്ന് അരി കൊണ്ടുവന്നൊക്കെ കേട്ടോ ബാഗില്. അത് അവിടെ അല്ലേ, ഇതിലല്ല ഉണ്ണി, അത് കഴുകി, ഇതിലല്ല, അത് തുടക്കി. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനുള്ള അരിയേ എല്ലാം തുടക്കി, അല്ലെങ്കിൽ പൂപ്പിൽ അല്ലേ? നല്ല ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനുള്ള അരിയായിന്ന്. ആ ഈ എടുത്തു കൊടുക്കാൻ പോയോ? അവനാണ് കേട്ടോ അളന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. കുഞ്ഞോ വല്യമ്മയ്ക്കൊരു സഹായം ചെയ്ത് തരുമോ? ഒരു വലിയ വെല്ലുള്ളി എടുത്തിട്ട് വരുമോ? ചെറുതല്ല, വലുത്. എന്ത് അങ്ങനെ അങ്ങനെ സോപ്പിടണ്ട, ഞാൻ വലുത് നല്ലടാ പറഞ്ഞോളൂ. ചേച്ചിന്റെ എന്ത് എന്ത് എന്തമ്മ അതിലേതെങ്കിലും ചെക്ക് ബുക്കോ? ചെക്ക് ബുക്ക് ഒന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, ആരെങ്കിലും ഒപ്പിട്ട് പൈസ എടുക്കുകയത്തെ. അങ്ങനെ ഒരു ബുക്ക് ഉണ്ടോ പൊന്നു? നീ അനക്കും ചെക്ക് ബുക്ക് ഉണ്ടോ? ഏതെങ്കിലും ക്ലാസ്സിലാക്ക്, ഏതെങ്കിലും എടുത്തിട്ട് പോ ഉണ്ണി. പഠിപ്പിച്ച കുട്ടികളെ പോയി പഠിപ്പിച്ച അടുക്കളയത്തെ പോയി ഞാൻ എന്താ നീ പഠിപ്പിച്ചോ, നീ മെല്ലട്ട. ഇവിടെ ആളെ ആവശ്യമില്ല, കണ്ടോ ഇങ്ങനെ ഉള്ളി. തൃശ്ശൂരിൽ നിന്ന് ഒരു കൂട്ടർ വന്നപ്പോഴല്ലേ നമ്മൾ മാന്തൾ വറുക്കുമ്പോഴേ ഇങ്ങനെ ഉള്ളി ഇട്ടിട്ട് വറുത്തപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് വേണം അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയാനേ പറഞ്ഞത്, ഓർമ്മ ഉണ്ടോ? കുഞ്ഞാ പഞ്ചാര കളയരുതേ കുഞ്ഞാ. അവരിങ്ങനെ ഉള്ളി ഇടില്ല അത്ര. നമ്മൾ പച്ചമുളക് ഇടും കേട്ടോ അതിൻ്റെ കൂടെ, ഉള്ളി മാത്രമല്ല പച്ചമുളകും കൂടി ഇടും. കഴിഞ്ഞു ഇനി പഠിക്കേണ്ട കേട്ടോ. കൂടെ ഈ മാന്തളം അങ്ങോട്ട് ഇട്ടാൽ ഇങ്ങനെ ഉണ്ടാവും. അത് ആ തട്ട് വെച്ചില്ലേ, ചട്ട് അതല്ല ഇതാട്ടോ. ഇനി കൈപ്പയ്ക്ക ഇതിൽ നമ്മളൊന്നും ചെയ്യില്ല. ഇതായി കഴിഞ്ഞാൽ വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തിനാ ഉപ്പ്? എന്തിനാണ് ഉപ്പിന്? ഉപ്പ് കയ്യിൽ തരാൻ പാടില്ല, സ്നേഹം കുറയത്രേ. അവിടെ പഠിക്കല്ലേ, പൊരിഞ്ഞ പരിപാടിയാണെന്നല്ലേ അവര്. ഇനി കടന്നിട്ടില്ലേ, കടന്നു പോയവട്ടെ. ഇനിയൊരു 2 കോഴിമുട്ടയും കൂടിയും പുഴുങ്ങണം കേട്ടോ. അതും കൂടി ഒരു പണിയുണ്ട് അല്ലേ ഏട്ടാ? മറക്കണ്ട. അതെന്താ വെച്ചാൽ രാവിലെ ഏട്ടന് വർക്കൗട്ടിന് മുമ്പേക്ക് കഴിക്കാനേ. എന്തരാ പഠിക്കാത്തത് നമുക്ക്? എന്താ പൊന്നോടാ കുട്ടികളുടെ ചോറ്റും പാത്രവും പരാതി. പൊന്നൂസേ
അവനില്ലേ എൻ്റെ കഴിഞ്ഞു കേട്ടോ, ഒരാൾ അവനെ നോക്കാൻ വേണമെന്നില്ലെങ്കിൽ എന്താ ശരിയല്ല. എന്ന് സുകന്യയുടെ മുടിയിൽ ഇങ്ങനെ പിടിച്ച് കളിച്ച് ലാസ്റ്റിലേട്ടാ പിടിച്ച് വലിക്കേട്ടാ. ഞാൻ കയ്യിൻ്റെ തലപ്പത്തിക്ക് 2 എണ്ണം കൊടുത്തപ്പോൾ തല്ലാത്തല്ലേ നമ്മള്, തല്ലാത്ത തല്ലുമ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് എന്നോടുള്ള ദേഷ്യം അവളോട് തീർക്കുക. എന്താടി നീ പോയിട്ട് ഇനിയിപ്പോ ഇവര് പഠിക്കാൻ അങ്ങോട്ട് വരുമോ? ആരാടാ കുഞ്ഞുണ്ണിക്ക? പൊന്നൂസ് എവിടെ? കട്ടിലിന്റെ അടിയിലോ? അവിടെ ഇരിക്കട്ടെ. എന്താ കട്ടിലിന്റെ അടിയിൽ ഇരിക്കട്ടെ. പാത്രങ്ങൾ കഴുകി വെച്ച എല്ലാവരുടെയും ചോറ്റുപാത്രം ഇവിടെയാണ് കേട്ടോ. നാളെ രാവിലെ ഇനി കുഞ്ഞിൻ്റെയൊക്കെ അവിടെയാണ് വിചാരിക്കേണ്ട, ഒക്കെ ഇവിടെയാണ് ചോറ്റുപാത്രം. സ്കൂൾ വിട്ടാൽ നേരെ ഇങ്ങോട്ട് വരും, എല്ലാവരും ഇവിടെ ഇരിക്കട്ടോ. എന്നിട്ട് പിന്നെ ചോറ്റുപാത്രം ഉണ്ട്, അവരൊക്കെ ഇവിടെ വെച്ചിട്ട് പോകും. ഇന്നലെ പിന്നെ ക്ലാസ് പോയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പോയി വന്നപ്പോഴേക്കും കുട്ടികൾക്കില്ലേ പോകേണ്ട മൂടൊക്കെ പോയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നാണ്. അമ്മൂനാണെങ്കിലോ ഇഷ്ടം പോലെ അസൈൻമെൻ്റ് ഉണ്ട്, കുഞ്ഞനും ഉണ്ട്. പൊന്നൂസില്ലേ പഠിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ അപ്പം അവൻ ബഹളം വെക്കില്ലേട്ടാ. അവനറിയില്ലല്ലോ, അപ്പോൾ അവൻ ബഹളം വയ്ക്കുക. അവനിപ്പോൾ അതല്ലേ അറിയുള്ളൂ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവൻ ചെറുതായിട്ടുണ്ടെങ്കിലോ ഭഗവാൻ. ബഹളമൊക്കെ ഇപ്പോഴൊക്കെ തന്നെ കുറേ ഒതുങ്ങിയില്ലേ. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പല്ലേ അവരുടെ വിചാരം, ചില ആൾക്കാരുടെ വിചാരം എന്താണെന്നറിയോ, നമ്മൾ സുകന്യയുടെ കുട്ടികളെ കുറ്റം പറയുകയാണ്, നമ്മുടെ മക്കളെ പൊന്തിക്കുകയാണ്. ഇതൊക്കെയാണ് അവരുടെ വാശി പിടിക്കുമ്പോൾ. വാശി പിടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കൾ വലുതായിട്ടല്ലേ വാശി പിടിക്കുന്നത്. ഞങ്ങൾ ഇവിടെ സത്യം പറയാച്ചാൽ നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾ എന്നുള്ളത് വരുന്നത് കേട്ടോ. നമ്മളെല്ലാവരും ഒരേപോലെ തന്നെയാണ് നമ്മൾ കരുതണത്. ചോറ് കഴിക്കണ്ടേ? അപ്പം നമ്മുടേതാ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങൾ അവരുടെ കഴിച്ചതൊക്കെ അവർ കഴുകിക്കോളും. വലിയവരുടെയൊക്കെ ചെറിയവരുടെ കഴുകണം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ലേ ഒക്കെ ഒന്ന് അടിച്ചു വരിയിടണം കേട്ടോ. ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല രീതിയിലേ, നല്ല രീതിയിൽ ഇതായിട്ട് മതിയില്ലേ കഞ്ഞീന്ന വായിൽ വരുന്നു ചോറ്. അപ്പോൾ നിങ്ങളില്ലേ ഇങ്ങനെയാണോ രസം ഉണ്ടാക്കാറ്? നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് പറഞ്ഞു തരണേ, നമുക്കതും പോലെയും ഉണ്ടാക്കാറോ അല്ലേട്ടാ? ഓരോരുത്തരും ഓരോ ഉണ്ടാക്കി നോക്കാറോ. അപ്പം നാളെ നല്ല കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം കേട്ടോ.